ഇപ്പോ ആരിഫിക്ക ഇട്ട ഒരു യൂട്യൂബ് വീഡിയോ ആണ് അതിലെ നൂറയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ. അപ്പൊ നേരത്തെ അറിയായിരുന്നു അവരെ? അല്ല, അത് നമ്മളതിനകത്ത് ഒരു വിവാദപരമായിട്ടുള്ള ഒരു പരാമർശം അതിനകത്ത് നമ്മൾ കണ്ടിരുന്നു. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെ, അങ്ങനെയാണ് അതിനകത്ത് കണ്ടത്. അപ്പോൾ അവിടെ മറ്റൊരു മത്സരാർത്ഥി അതിനകത്ത് വന്നിട്ട് അങ്ങനെ ഒരു പറയുന്നു. അപ്പൊ അത് മോഹൻലാൽ ഇടപെടുന്നു. അങ്ങനെ ഇവരെ പിന്നെ നമുക്ക് പേഴ്സണലി അറിയാം കുറച്ച് നാളുകളായിട്ട്. അതായത് അവർ ഈ ഒരു വിഷയം നേരിട്ട് പുറത്ത് വന്ന ആ ഒരു സമയം മുതൽ പലപ്പോഴായിട്ട് അവർക്ക് വേണ്ടി നമ്മൾ നിലകൊണ്ടിട്ടുള്ളതാണ്. അവരുടെ ഒരു സോഷ്യൽ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമ്മളാലാവുന്ന രീതിയിൽ ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവർ അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് സ്വന്തമായി ജോലി കണ്ടെത്തി അങ്ങനെ മുന്നോട്ട് ജീവിക്കുന്ന 2 ഇൻഡിവിജ്വൽസ് ആണ്. പിന്നെ അങ്ങനെ വളർന്നു വരുന്നത് നമ്മൾ കാണുകയാണ്, നമ്മൾ മുന്നിൽ തന്നെ കാണുന്നതാണ്. അപ്പോൾ അതിൽ നമുക്കൊരു അഭിമാനമാണ്. കാരണം അങ്ങനെ തരണം ചെയ്ത് വരാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് നമ്മൾ കാണുമ്പോൾ അത് നമുക്കൊരു സന്തോഷമാണ്.